താനൂർ കസ്റ്റഡി കൊലപാതകം CBI ഏൽപ്പിച്ചിട്ട് 1 വർഷമാവുകയാണ്. ഇപ്പോഴും അന്വേഷണം പൂർത്തിയായിട്ടില്ല. കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ നിലവിൽ അറസ്റ്റിലായിരുന്ന പ്രതികളടക്കം സ്വാഭാവിക ജാമ്യം നേടുകയും ചെയ്തു. ഉന്നതരിലേക്കുള്ള അന്വേഷണവും വഴിമുട്ടി നിൽക്കുന്നുണ്ട്. ഈ ഘട്ടത്തിൽ താമർ ജിഫ്രിയുടെ സഹോദരൻ ഹാരിസ് ജിഫ്രി നമ്മളോടൊപ്പം ചേരുകയാണ്. എന്താണ് നിലവിലെ കേസിനെ കുറിച്ചുള്ള കുടുംബത്തിൻ്റെ ഒരു വിലയിരുത്തൽ? CBI അന്വേഷിച്ചിട്ട് ഇപ്പോൾ ഏകദേശം 1 കൊല്ലം കഴിഞ്ഞെന്നല്ല പറഞ്ഞു. അപ്പോൾ CBI ഇതുവരെ കുറ്റപത്രം സമർപ്പിക്കാത്തതുകൊണ്ടാണ് ഈ 4 പേർക്ക് ജാമ്യം വരെ കിട്ടിയത്. അപ്പോൾ അതിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. വേറെ സാങ്കേതിക പ്രശ്നങ്ങൾ എന്തെന്ന് അറിയില്ലെങ്കിലും ആദ്യം CBI നമ്മോട് പറഞ്ഞത് ഇവരെല്ലാ പേപ്പേഴ്സ് വർക്ക് കഴിഞ്ഞിട്ട് ഇവരെ അറസ്റ്റ് ചെയ്യും, എന്നാൽ ജാമ്യം കിട്ടാത്ത രീതിയിൽ ചെയ്യാമെന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അത് നമ്മൾ വിശ്വാസത്തിലെടുത്തു. പക്ഷേ എന്തോ സാങ്കേതികമായ പേപ്പർ വർക്കോ എന്തോ കാര്യത്തിൻ്റെ സർക്കാരുമായിട്ടുള്ള എന്തോ കാര്യങ്ങളാണ് തോന്നുന്നു കാര്യങ്ങൾ ബാക്കി ജാമ്യം കിട്ടാനുള്ള കാരണം കുറ്റപത്രം സമർപ്പിക്കാത്തതെന്നാണ് പറഞ്ഞു. പിന്നെ ഇപ്പോൾ കേസ് CBI ഏത് ഘട്ടത്തിലാണെന്നുള്ളത് അറിയില്ല. പക്ഷെ അവർ ഏകദേശം ഒരുവിധം എല്ലാവരും അന്വേഷിച്ചിട്ടുണ്ട്. പക്ഷെ കുറ്റപത്രം കിട്ടാത്തതുകൊണ്ടും അവർ നീക്കുപോക്ക് ഏതൊക്കെ രീതിയിൽ നമുക്ക് എത്തി എന്നുള്ളത് നമുക്ക് വ്യക്തമായില്ല. കുടുംബങ്ങളോട് കൃത്യമായി CBI കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല, എന്താണ് എന്നുള്ള കേസിൻ്റെ കാര്യങ്ങളൊന്നും പറയുന്നില്ല. സാധാരണ ഇപ്പോൾ കുറച്ചായിട്ട് കുറച്ചൊരു ഡിലേ വരുന്നുണ്ട്. നമ്മൾ വിളിച്ചാൽ കിട്ടാറില്ല. എന്തെന്ന് അറിയില്ല, അതിൻ്റെ ഒരു കാരണം എന്താ അറിയില്ല. പക്ഷേ നമ്മൾ DYSP ആയിട്ട് ബന്ധപ്പെടുമ്പോൾ കിട്ടാറില്ല. പിന്നെ മലയാളീസൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാവാറുള്ളൂ, സ്ഥിരമായിട്ട് അവരുടെ അടുത്ത് ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു ചെറിയ ഡിലേ ഉണ്ട്, ലൈനിൽ വരാനില്ല. അതായത് കോണ്ടാക്ട് നമ്മൾ ഫോൺ ചെയ്യുമ്പോൾ കിട്ടാറില്ല. ഇതിൽ ഈ ഉന്നതരുടെ പങ്ക് അന്വേഷിക്കുക എന്നുള്ളത് നേരത്തെ തന്നെ ഉയർന്നിരുന്നൊരു ആവശ്യമാണ്. കുടുംബവും ആക്ഷൻ കമ്മിറ്റിയൊക്കെ ഉയർത്തിയിരുന്ന ആവശ്യമാണ്. ഇപ്പോൾ നിലവിൽ ഈ 4 പേരെ അല്ലാതെ മറ്റൊരാളെയും അതിലേക്ക് ഈ കേസിൽ പ്രതി ചേർത്തിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ അറിവ്. എന്താണ് അതിനെക്കുറിച്ച് പറയുന്നത്? ഈ 4 പേര് പറഞ്ഞാൽ ഏറ്റവും കോൺസ്റ്റബിളാണ്, അവരാണ് നേരിട്ട് ചെയ്തതെങ്കിലും ഇത് ചെയ്യിപ്പിച്ചവരും ചെയ്യാൻ സഹായം ചെയ്തു കൊടുത്തവരും ഇതിൽ ഗൂഢാലോചന ചെയ്തവർ ഇതിൽ ഉൾപ്പെടുന്നതാണ് നമ്മളെ ആവശ്യം. കാരണം പൊതുവെ ഇങ്ങനത്തെ ഒരു കേസിൽ നമ്മൾ കണ്ടുവരുന്നത് ശീലം താഴെത്തട്ടിലുള്ള കോൺസ്റ്റബിൾ റാങ്കിലുള്ള ആൾക്കാർ മാത്രമേ ശിക്ഷിക്കപ്പെടാറുള്ളൂ. ഇതുപോലത്തെ വമ്പൻ സ്രാവുകൾ ഇപ്പോഴും ഇതുപോലെ ഓരോ സ്റ്റേജിലിരുന്നിട്ട് മറ്റുള്ള ഈ 4 പേരല്ലെങ്കിൽ വേറെ 40 പേരെ ഉണ്ടാക്കി ഈ കുറ്റകൃത്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കേസിനെങ്കിലും ആ ഒരു വിധി വരണമെന്നാണ് നമുക്ക് അതിയായ ഒരു ആഗ്രഹമുണ്ട്. കാരണം പിന്നെ ഈ പ്രത്യേകിച്ച് ഈ ഡാൻസ് ഓഫ് സംഘം എന്ന് പറയുന്നത് ഈ SP-യുടെ കീഴിലുള്ള ഒരു സംഘമായതുകൊണ്ട് SP ആണ് കറക്റ്റ് ഇതിനെ നിയന്ത്രിക്കാനുള്ള ബാധ്യതയുള്ളത് SP-ക്കാണ്. അപ്പോൾ ഏത് രീതിയിലായാലും SP ആണ് ഇതിൽ 1-ാം പ്രതി എന്നാണ് നമ്മളൊരു ഈ അനിയൻ്റെ ഈ കാര്യത്തിൽ നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ഇത്തരം പോലീസ് ഡാൻസ് ഓഫ് സംഘത്തെ വളർത്തിയെടുത്തത് അവർക്ക് അനാവശ്യമായ അധികാരം കൊടുത്തതും ഈ SP-യുടെ ഉത്തരവ് പ്രകാരമാണ്. അല്ലെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ല. നോർമലി ഒരു കേസായിട്ട് ജാമ്യം കിട്ടി പോരുന്ന ഒരു കേസ് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്നുള്ളത് നമ്മൾ ചിന്തിക്കുമ്പോൾ SP-ൻ്റെ അതിയായ ഇതുപോലുള്ളൊരു എന്താ പറയുക, ഈ കാര്യത്തിലുള്ളൊരു വളരെ മോശമായ ഒരു നീക്കാണെന്ന് നമുക്ക് മനസ്സിലാവണം. ഈ SP പോലുള്ളവരെ സംരക്ഷിക്കാൻ, ഈ കേസിൽ ഉൾപ്പെടപ്പെട്ട SP, DYSP, SH ഉൾപ്പെടെയുള്ളവരെ സംരക്ഷിക്കാൻ CBI ശ്രമിക്കുന്നതായി സംശയമുണ്ടോ? CBI സംരക്ഷിക്കാൻ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. കാരണം അതങ്ങനെ വ്യക്തമായിട്ടില്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഈ ഒരു കാണുമ്പോൾ കേരളത്തിൻ്റെ മൊത്തത്തിലൊരു ഇപ്പോഴത്തെ ADGP-യുമായിട്ടും അൻവറിൻ്റെ വെളിപ്പെടുത്തലും എല്ലാം കാണുമ്പോൾ നമുക്ക് SP-യുടെ മേലെ ഉന്നതങ്ങളിലും ചിലപ്പോൾ ഈ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ വേറെ ആൾക്കാരുണ്ടാവാന്നുള്ളത് സംശയിക്കേണ്ട ഒരവസ്ഥയാണ് ഇപ്പോൾ. എങ്ങനെയാണ് ഇനി കുടുംബം മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്? പ്രത്യേകിച്ച് കേസ് അട്ടിമറിക്കാൻ ആദ്യഘട്ടത്തിൽ തന്നെ വലിയ ശ്രമങ്ങളുണ്ടായിരുന്നു, കേസ് ഒതുക്കി തീർക്കാൻ ശ്രമങ്ങളുണ്ടായിരുന്നു. SP അടക്കമുള്ളവർക്കും അതിൽ നേരിട്ട് പങ്കുണ്ട് എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്. ഇനി എങ്ങനെയാണ് കുടുംബം ഇതുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്? ഇപ്പോൾ കേസ് പെട്ടെന്ന് ചെയ്യണമെന്നും അത് പെട്ടെന്ന് അന്വേഷണം പൂർത്തിയാക്കണമെന്നും കുറ്റപത്രം സമർപ്പിക്കണമെന്നും പറഞ്ഞിട്ട് ബാക്കിയുള്ള ഈ ഗൂഢാലോചനയും കൂടി അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ CBI-യിലേക്ക് ഒരു ലെറ്റർ ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കി അതിൻ്റെ നടപടിക്രമങ്ങൾ എങ്ങനെയെന്ന് നോക്കിയിട്ട് അവർ ഏതൊക്കെ രീതിയിൽ നീങ്ങണില്ല എന്നുണ്ടെങ്കിൽ ഹൈക്കോടതി വഴി
നമ്മൾ റിട്ട് ഫയൽ ചെയ്യാന്നുള്ളൊരു ആലോചനയാണ് അഡ്വക്കേറ്റുമായി സംസാരിച്ചപ്പോൾ കിട്ടിയത്. എന്തായാലും ഗൂഢാലോചന തെളിയണമെന്നുള്ള തന്നെയാണ് കുടുംബം മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. തീർച്ചയായിട്ടും ഇതിൽ ഒരു സാധാരണ ഒരു കേസിൽ ഇയാളിങ്ങനെ ചെയ്തു അല്ലെങ്കിൽ ഈ കോൺസ്റ്റബിൾ ഇങ്ങനെ ചെയ്തു എന്ന് മാത്രം ഒരു അന്വേഷണ പരിധിയിൽ വരുത്തിയിട്ട് കേസ് ക്ലോസ് ചെയ്താൽ ഈ കുറ്റകൃത്യം ഇനിയും തുടരും. കാരണം ഈ 3.5 കൊല്ലം SP കാട്ടിക്കൂട്ടിയ ഒരു ഈ മലപ്പുറത്ത് ചെയ്ത കാര്യങ്ങൾ അന്വേഷിക്കുകയാണെങ്കിൽ പല കാര്യങ്ങളും ഇതുപോലെ തെളിയിക്കപ്പെടാതെ കിടന്നതുകൊണ്ടാണ് ഈ SP ഇത്തരം കുറ്റകൃത്യത്തിന് വീണ്ടും വീണ്ടും ചെയ്തത്. അതിനൊരു എന്താ പറയുക അവസാനം എന്ന നിലയിലാണ് അനിയൻ്റെ മരണത്തിലേക്ക് എത്തിച്ചതും. കാരണം അത്രയും വഴിവിട്ട രീതിയിലൂടെയാണ് ഇവർക്ക് ഈ ഡാൻസ് ഓഫ് സംഘത്തിനെ തുറന്നു വിട്ടിരുന്നത്. ഒരു എന്താ പറയുക മറ്റേ നമ്മളങ്ങനെ ചെന്നായിക്കൂട്ടങ്ങളെ തുറന്നു വിട്ട പോലെ അവർ പോയിട്ട് കടിച്ചു കീറിയ മാന്തിനും അതൊക്കെ സംരക്ഷിക്കാൻ ഈ മേലുദ്യോഗസ്ഥരായിട്ടുള്ള SP DYSP മറ്റുള്ള റാങ്കിലുള്ള ഓഫീസർമാരും ആണ് നമ്മുടെ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചിട്ടുള്ളതൊക്കെ. അവരൊക്കെ പ്രതിക്കൂട്ടിലാവണം എന്നുള്ളത് തീർച്ചയായിട്ടും അവർക്കൊക്കെ ഇതിൽ പങ്കുണ്ട്. കാരണം അതായത് മരണത്തിന് മുമ്പുള്ള അവസ്ഥകളും മരണത്തിന് ശേഷം ചെയ്ത കാര്യങ്ങളൊക്കെ ഇതിൽ വ്യക്തമായിട്ട് പുറത്തു വരണം. ഇതിൽ കൃഷ്ണലാൽ പറയുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് അത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. കാരണം കൃഷ്ണലാൽ എന്താ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പേര് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളിതൊന്നും അറിയില്ലായിരുന്നു. അതുപോലെ ഇപ്പോൾ അൻവർ പറഞ്ഞു ഈ SP ആണ്, SP-യുടെ ഓഡിയോ ക്ലിപ്പ് പുറത്തു വിട്ടു. ഇതുപോലത്തെ എന്താ പറയുക സത്യസന്ധമായി പുറത്ത് പറയാൻ ആഗ്രഹിക്കുന്നവർ പറഞ്ഞ കാര്യം പോലും അന്വേഷിക്കാതെ മൂടിക്കഴിഞ്ഞാൽ, അന്വേഷിക്കാതെ പോയി കഴിഞ്ഞാൽ പിന്നെ ഈ കേരളത്തിന് ഒരു രക്ഷയില്ല, ഈ അനീതിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും താമർ ജിഫ്രിയുടെ നീതിക്ക് വേണ്ടി ഇപ്പോഴും കുടുംബം നിയമപോരാട്ടം തുടരുന്നു. CBIക്ക് പരാതി സമർപ്പിക്കുന്നതോടൊപ്പം തന്നെ ഹൈക്കോടതിയിലേക്ക് ഒരു റിട്ട് കൂടി സമർപ്പിക്കാനാണ് ഇപ്പോൾ കുടുംബത്തിന്റെ തീരുമാനം. വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി തൂവൂരിനൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ ഇൻ റിപ്പോർട്ടർ മലപ്പുറം.